നമസ്കാരം. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി. ഈ മെലോനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ടവർക്കറിയാം നരേന്ദ്രമോദിയുടെ നല്ല സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറയുന്നതിലുപരി മോദിയുടെ ഒരു ആരാധിക എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരുപക്ഷെ ശരി. അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ അവർ തമ്മിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വൈറലാവാറുണ്ട്. ചിലതിനൊക്കെ അവർ തന്നെ ക്യാപ്ഷൻ കൊടുക്കുന്നത് മെലോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പോൾ എന്തിനാണ് ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 15-ാം തീയതി, അതായത് ഈ മാസം തന്നെ 15-ാം തീയതി അബുദാബിയിൽ വെച്ചിട്ട് ഊർജ്ജ ഉച്ചകോടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു സംഭവം നടന്നു. പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതിനെപ്പറ്റി ഒരക്ഷരം നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടുമില്ല. അവർ ഇതിൻ്റെ വിഷ്വൽ അവർ കാണിച്ചിട്ടുമില്ല. എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വെച്ച് ആ ഉച്ചകോടിക്ക് വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അൽബേനിയയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന എദിറമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ അന്നേ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ 15-ാം തീയതി ഈ ജോർജ് മെലോനിയുടെ പിറന്നാൾ കൂടിയായിരുന്നു. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയ ഈ അൽബേനിയയുടെ പ്രധാനമന്ത്രി മെലോനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സ്കാർപ്പ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട് എൻ്റെ രാജ്ഞി എന്നൊക്കെ അഭിസംബോധന ചെയ്തതിന് ശേഷം ഇയാൾ ഈ കയ്യിൽ കരുതിയ ഈ സമ്മാനം, ഈ സ്കാർഫ് ഒരു ഹിജാബ് പോലെ ഇവരുടെ തലയിലൂടെ ഇങ്ങനെ അണിയിക്കുകയാണ് ശ്രമിക്കുന്നത്. വെറുതെ തലയിലോട്ട് വെക്കുകയല്ല ചെയ്ത് അവരുടെ കഴുത്തിൻ്റെ താഴെയായിട്ട് അതിങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ മെലോനി അത് തട്ടി മാറ്റി തൻ്റെ തോളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് പോലും തലയിൽ അവരത് വെക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇത്തരക്കാർ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മെലോനിയോട് മാത്രമല്ല, ഏത് വനിതയാണെങ്കിലും, അത് മറ്റ് ഏതെങ്കിലും രാഷ്ട്ര തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരെപ്പോഴും അവരുടെ അവിടേക്ക് വലിച്ച് അടുപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. അവർക്ക് കൃത്യമായിട്ടും അറിയാം അവരത് സ്വീകരിക്കത്തില്ല അറിഞ്ഞിട്ടും അവരത് ശ്രമിച്ചു എന്നുള്ളതാണ്. മറിച്ച് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടും ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ചിലയിടങ്ങളിലൊക്കെ വൈറലായിട്ടും നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇത്തരം ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. ഇനി മറിച്ചു ഒന്ന് ഓർത്തു നോക്കുക, ഇവിടെ വരുന്ന നമ്മുടെ ഇന്ത്യയിൽ വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നരേന്ദ്രമോദി ഇതുപോലെ എവിടെയെങ്കിലും ചെന്നിട്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് കരുതുക, ഏതൊക്കെ രീതിയിലായിരിക്കും അതിവിടെ കിടന്നുകൊണ്ട് ഓടുകയും വൈറലാവുകയും ചെയ്യുന്നത് എന്നൊന്ന് ഓർത്ത് നോക്കുമ്പോഴാണ് ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപം നമുക്ക് ശരിക്കും മനസ്സിലാവുക. എന്തായാലും അപ്പോൾ ഇത്തരം ചിന്താഗതിയായിട്ട് നടക്കുന്നവരുടെ ഒരു അല്പത്തമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ സംസ്കാരം എന്തെന്നും അവർ ഏത് മതസ്ഥയാണെന്നുമൊക്കെ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു ഉദ്യമത്തിന് ഈ അൽബേനിയൻ പ്രധാനമന്ത്രി മുതിരില്ലായിരുന്നു. അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ മാർഗമുണ്ട്, വേറെ എന്തൊക്കെയോ ഇപ്പം ചെറുത് തൊട്ട് വലിയ സമ്മാനങ്ങൾ വരെ കൊടുക്കാനുള്ള കഴിവുമുണ്ട്, അതൊക്കെ പ്രാപ്തിയൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അവിടെ അതിന് മറിച്ചു അവരുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നിന്നിട്ടു എൻ്റെ രാജ്ഞി എന്നൊക്കെ വിളിക്കുന്നു. ഒരുമാതിരി റൊമാൻസൊക്കെ കളിച്ചതിന് ശേഷം തൻ്റെ രാജ്ഞി എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ തൻ്റെ കാമുകിയോ അല്ലെങ്കിൽ പാർട്ണറോ എന്നുള്ള നിലയിൽ അവരുടെ തലയിലേക്ക് ഈ സംഗതി ചാർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ അടുത്ത സെക്കൻഡിൽ തന്നെ അത് തട്ടി തോളത്തേക്ക് ഇടുകയാണ്. പക്ഷേ അതിനുശേഷവും ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ നമുക്കറിയാം ആ ശരീരഭാഷ അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം കൂട്ടത്തിലുള്ളതിനെ എല്ലാം ചാക്കിനകത്ത് വലിച്ച് കയറ്റിയിടും. എന്നിട്ട് അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകളെ കാണുമ്പം ഈ പഞ്ചാരയും റൊമാൻസും കൊണ്ട് വരികയും ചെയ്യും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതിങ്ങനെ ആയിപ്പോയി.